ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ധാന്യബലി. ധാന്യബലിയുടെ നിയമം ഇതാണ്. അത് അഹ്റോന്റെ പുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ ബലിപീഠത്തിന് മുൻപിൽ അർപ്പിക്കണം. പുരോഹിതൻ ധാന്യബലിക്കുള്ള നേരിയ മാവിൽ നിന്നും ഒരു കൈ മാവും അതിനുള്ള എണ്ണയും കുന്തിരിക്കവും മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ വെച്ചു കർത്താവിന് പ്രീതികരമായ സൗരഭമായി അർപ്പിക്കണം. ശേഷിക്കുന്നത് അഹ്റോനും പുത്രന്മാരും ഭക്ഷിക്കണം. വിശുദ്ധ സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി വേണം അത് ഭക്ഷിക്കുവാൻ. സമാഗമനകൂടാരത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് അത് ഭക്ഷിക്കണം. അത് പുളിപ്പ് ചേർത്ത് ചുടരുത്. എൻ്റെ ദഹനബലികളിൽ നിന്നും അവരുടെ ഓഹരിയായി ഞാൻ അത് കൊടുത്തിരിക്കുന്നു. പാപപരിഹാര ബലി പോലെയും പ്രായശ്ചിത്ത ബലി പോലെയും അത് ഏറ്റവും വിശുദ്ധമാണ്. അഹ്റോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും കർത്താവിൻ്റെ ദഹനബലിയിൽ നിന്നും ഭക്ഷിക്കാം. തലമുറ തോറും എന്നും നിലനിൽക്കേണ്ട നിയമമാണിത്. അവയെ സ്പർശിക്കുന്നവരെല്ലാം വിശുദ്ധരായി തീരും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനും അവൻ്റെ പുത്രന്മാരും അഭിഷേക ദിവസം കർത്താവിന് സമർപ്പിക്കേണ്ട ബലി ഇതാണ്. ഒരു ഏഫയുടെ 10 നേരിയ മാവ് അനുദിന ധാന്യബലിയായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും അർപ്പിക്കണം. അത് എണ്ണ ചേർത്ത് വറച്ചട്ടിയിൽ ചുട്ടെടുക്കണം. അത് നന്നായി കുഴച്ച് ചുട്ട് കഷങ്ങളാക്കി ധാന്യബലി പോലെ കർത്താവിന് പ്രീതികരമായ സൗരഭമായി അർപ്പിക്കണം. അഹ്റോന്റെ പുത്രന്മാരിൽ അവൻ്റെ പിന്തുടർച്ചാവകാശിയായി അഭിഷിക്തനായ പുരോഹിതൻ എന്നേക്കുമുള്ള നിയമപ്രകാരം അത് കർത്താവിന് സമർപ്പിക്കണം. അത് മുഴുവനും ദഹിപ്പിക്കണം. പുരോഹിതൻ്റെ ഓരോ ധാന്യബലിയും പൂർണ്ണമായി ദഹിപ്പിക്കണം. അത് ഭക്ഷിക്കുവാൻ പാടില്ല.